കേരളത്തിന്റെ ദേശീയോത്സവമായ ഓണം ഉൾപ്പെടെയുള്ള മറ്റുള്ള മതസ്ഥരുടെ ആഘോഷങ്ങൾക്ക് നിങ്ങളുടെ മക്കളെ അയക്കരുതെന്ന വർഗീയ പരാമർശവുമായി തൃശൂരിലെ കല്ലുപ്പുറം സിറാജുലും സ്കൂളിലെ അധ്യാപിക. ഓണം എന്ന് പറയുന്നത് ഹിന്ദു മതസ്ഥരുടെ ആചാരമാണല്ലോ അല്ലേ, എല്ലാവർക്കും അറിയുന്ന കാര്യമാണ്. അപ്പോൾ ആ ഒരു സെലിബ്രേഷനുമായി ബന്ധപ്പെട്ട് നമ്മുടെ മക്കളോ അല്ലെങ്കിൽ നമ്മളോ അത്തരത്തിലുള്ള കാര്യങ്ങളെ ഒരു തരത്തിലും പ്രോത്സാഹിപ്പിക്കാൻ പാടില്ല. മറ്റു മതസ്ഥരുടെ ആചാരങ്ങളെ നമ്മൾ ഒരു തരത്തിലും അതിനോട് പങ്കുകൊള്ളാൻ പാടില്ല. സെലിബ്രേഷനിൽ നമ്മളോ നമ്മുടെ മക്കളോ ആരും തന്നെ പങ്കെടുക്കുന്നില്ല. വേഷവിധാനത്തിലാണെങ്കിലും മറ്റു കാര്യത്തിൽ എല്ലാ തരത്തിലും ആചാരത്തോട് ഏതെങ്കിലും തരത്തിൽ നമ്മൾ കടപിടിക്കുന്നുണ്ടെങ്കിൽ അത്തരത്തിലുള്ള പ്രവൃത്തികൾ നമ്മുടെ ഭാഗത്ത് നിന്ന് ഉണ്ടാവാതെ നമ്മൾ ഓരോരുത്തരും ശ്രദ്ധിക്കണം. നാഴികയ്ക്ക് 40 വട്ടം നമ്പർ 1 എന്ന് അഹങ്കരിക്കുന്ന നമ്മുടെ കേരളത്തിൽ ഹിന്ദുവും മുസ്ലിമും ക്രിസ്ത്യാനിയും ഒന്നുപോലെ ഓണവും ക്രിസ്മസും പെരുന്നാളും ആഘോഷിക്കുന്ന നമ്മുടെ കേരളത്തിൽ വിദ്യാർത്ഥികൾക്ക് നല്ല കാര്യങ്ങൾ പറഞ്ഞു കൊടുക്കേണ്ട ഒരു സ്കൂൾ ടീച്ചർ വർഗീയ പരാമർശവുമായി വന്നിരിക്കുന്നു. ഓണം ഹിന്ദുക്കളുടെ ആഘോഷമാണെന്നും അതിനെ പ്രോത്സാഹിപ്പിക്കരുതെന്നുമാണ് ഈ അധ്യാപികയുടെ വാട്സപ്പ് സന്ദേശം. വിവിധ മതത്തിൽപ്പെട്ട കുട്ടികൾ പഠിക്കുന്ന സ്കൂളുകളിൽ എല്ലാ കുട്ടികളും ഓണം ഉൾപ്പെടെയുള്ള എല്ലാ ആഘോഷങ്ങളിലും പങ്കെടുക്കാറുണ്ട്. എന്നാൽ മറ്റുള്ള മതസ്ഥരുടെ ആഘോഷങ്ങളിൽ പങ്കെടുക്കുന്നത് കുട്ടികളെ പ്രോത്സാഹിപ്പിക്കരുതെന്നാണ് ഈ അധ്യാപിക പറയുന്നത്. ഈ അധ്യാപികയുടെ മതം നോക്കി പ്രതികരിക്കാതെ മാതൃകാപരമായ ശിക്ഷ നൽകി ഇവരെ പോലെ വർഗീയ വിഷം ചുറ്റുന്ന എല്ലാ വർഗീയവാദികൾക്കും മറുപടി നൽകാൻ കേരള സർക്കാരിന് നട്ടെല്ലുണ്ടോ?